നല്ലൊരു വൈകുന്നേരം വെറുതെ ഇരുന്ന് കളയണ്ടെന്ന് വിചാരിച്ചിങ്ങോട്ട് ഗ്രീക്ക് ഹാർബർ എങ്ങനെ മെട്രോ ആക്സസ് ചെയ്യാന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു നമ്മള്. ഞങ്ങൾ എന്തൊക്കെ പരിപാടിക്ക് എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞു വന്നാലും ലാസ്റ്റ് ആ ചങ്ങായിൻ്റെ അടുത്ത് തന്നെ എത്തും. എങ്ങനെയൊക്കെ ഒറ്റക്ക് പോകുമെന്ന് വിചാരിച്ചാലും ലാസ്റ്റ് ആ ചങ്ങായിൻ്റെ അടുത്ത് തന്നെ എത്തും. നിങ്ങൾ ആരാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ആരല്ലേ നമ്മള് പേഴ്സണൽ ഡ്രൈവറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു പരിപാടി ഒറ്റക്ക് പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇയാളുടെ അടുത്ത് എത്തും. അസീസിനെ നൈസിൽ ഒഴിവാക്കിങ്ങാണ്ട് നമ്മൾ നേരെ മെട്രോയും കയറിങ്ങാണ്ട് ഗ്രീക്ക് സ്റ്റേഷനിൽ വന്നിറങ്ങി. ഗ്രീക്ക് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ അങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജദ്ദാഫ് മറൈൻ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഓഫീസ് കാണാൻ പറ്റും. അവിടെ നിന്ന് 2 ദിർഹംസിന്റെ 2 ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ നേരെ ബോട്ട് കണ്ട് വിട്ടു. നോൾക്കാടുള്ളവർക്ക് അത് പഞ്ചായത്തോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും. ദുബായ് ഹാർബറിലോട്ട് മാത്രമല്ല, ദുബായ് ഫെസ്റ്റിവൽ സിറ്റിക്ക് ഇവിടുന്ന് അവർക്ക് സർവീസ് ഉണ്ട്. എന്ത് കാര്യത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തതിന് ചങ്ക് എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും. അവനാണ് ഇവരെ കൂട്ടത്തിൽ ഇവളായിരുന്നു മെയിൻ ഒന്നുണ്ട്. കുറെ നേരമായിട്ട് നല്ല തള്ളായിരുന്നു. ദുബായിന്റെ മോസ്റ്റ് അട്രാക്റ്റീവ് ഏരിയ ആയിട്ടുള്ള ഗ്രീക്കിന്റെ മുഴുവൻ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നല്ല അടിപൊളി സൺസെറ്റ് വ്യൂ എല്ലാം കണ്ടിട്ട് വ്യത്യസ്തരായ ഒരുപാട് മനുഷ്യരുടെ കൂടെ ഒരു അടിപൊളി സായാഹ്നം. ഒന്നും ചെയ്യാണ്ട് റൂമിൽ വെറുതെ ഇരുന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതുപോലുള്ള ഓരോ ചെറിയ ചെറിയ യാത്രകൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ഓർമ്മകളും നല്ല നല്ല ബന്ധങ്ങളും നമുക്ക് സമ്മാനിക്കും. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി വെറും 10 ദിർഹംസാണ് ടോട്ടൽ എക്സ്പെൻസ് വന്നത്. അപ്പൊ പണമല്ല പ്രശ്നം, ആസ്വദിക്കാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷിക്കാനുള്ള പലതും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.